ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ലേൺ ഇംഗ്ലീഷ് മാസ്റ്റർ. ഇന്നത്തെ അധ്യായത്തിൽ ഒരു പുതിയ സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. 2025 മാർച്ചിൽ പബ്ലിക് എക്സാം എഴുതുന്ന +1 വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷിൻ്റെ മാർക്ക് ഡിവിഷൻ വന്നിരിക്കുകയാണ്. ഏതെല്ലാം ചാപ്റ്ററുകളിൽ നിന്ന് എത്ര മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിക്കും, ചോദ്യത്തിൻ്റെ ഘടന എങ്ങനെയായിരിക്കും എന്നെല്ലാം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ഡിവിഷൻ എന്ന് നോക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ ആ മാർക്ക് ഡിവിഷനിലേക്ക് പോവാം. ഈ വർഷത്തെ +1 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മാർക്ക് ഡിവിഷൻ നോക്കാം. സെക്ഷൻ 1-ൽ 1 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങൾക്ക് 1 മാർക്ക് വീതമായിരിക്കും. ഫസ്റ്റ് സെഷൻ 1 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങൾ 1 മാർക്ക് വീതം. 8 ചോദ്യങ്ങളും ആൻസർ ചെയ്യേണ്ടതാണ്. 8 ചോദ്യങ്ങളും നമ്മൾ ആൻസർ ചെയ്യണം. രണ്ടാമത്തെ സെക്ഷൻ 9 മുതൽ 12 വരെയുള്ള ചോദ്യങ്ങളാണ്. 9 മുതൽ 12 വരെയുള്ള ചോദ്യങ്ങളിൽ 3 എണ്ണമാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. 4 ക്വസ്റ്റ്യനാണ് നമുക്ക് നൽകുന്നത്. 4 എണ്ണത്തിൽ 3 എണ്ണം ആൻസർ ചെയ്താൽ മതി. 2 മാർക്ക് വീതമായിരിക്കും ഈ പാറ്റേൺ ഉണ്ടായിരിക്കുക. 9 മുതൽ 12 വരെയുള്ള 4 ചോദ്യങ്ങളിൽ 3 എണ്ണം ആൻസർ ചെയ്യുക, 2 മാർക്ക് വീതം. തേർഡ് സെക്ഷൻ 13 മുതൽ 19 വരെയുള്ള ചോദ്യങ്ങളിൽ 5 എണ്ണം ആൻസർ ചെയ്യുക. ടോട്ടൽ 7 ക്വസ്റ്റ്യൻസ് നമുക്ക് നൽകും. 7 ചോദ്യങ്ങളിൽ 5 എണ്ണം ആൻസർ ചെയ്താൽ മതി. 4 മാർക്ക് വീതമായിരിക്കും ഒരു ക്വസ്റ്റ്യന്. 13 മുതൽ 19 വരെയുള്ളതിൽ 5 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. ഒരു ക്വസ്റ്റ്യന് 4 മാർക്ക് വീതം. നാലാമത്തെ സെഷൻ വരുന്നത് 20 മുതൽ 25 വരെയാണ്. 20 മുതൽ 25 വരെ. ആൻസർ എനി 5 ഔട്ട് ഓഫ് 6 ആണ് നമുക്ക് വരുന്നത്. 6 ചോദ്യങ്ങൾ നൽകും. ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ മതി. ഒരു ക്വസ്റ്റ്യന് 6 മാർക്ക് വീതമാണ്. ഒരു ക്വസ്റ്റ്യന് 6 മാർക്ക് വീതമുള്ള 5 ചോദ്യങ്ങൾ നമ്മൾ ആൻസർ ചെയ്യണം. അപ്പോൾ ഫൈനൽ സെഷൻ, ആ 5ാമത്തെ സെഷൻ 28 വരെയുള്ള ചോദ്യങ്ങൾ. ആൻസർ എനി 2 ഔട്ട് ഓഫ് 3. 3 ചോദ്യങ്ങളിൽ ഏതെങ്കിലും 2 എണ്ണം ആൻസർ ചെയ്താൽ മതി. 26 മുതൽ 28 വരെയുള്ള ചോദ്യങ്ങളിൽ 3 എണ്ണത്തിൽ ഏതെങ്കിലും 2 എണ്ണം ആൻസർ ചെയ്താൽ മതി. ഒരു ചോദ്യത്തിന് 8 മാർക്ക് വീതമാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും ലെങ്തി ആയിട്ട് എഴുതേണ്ട ഡെസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത് 8 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും ഫൈനൽ ആയിട്ട് നമുക്ക് വരുന്നത്. ഇനി നമുക്ക് ഇംഗ്ലീഷിന്റെ 6 യൂണിറ്റുകളാണ്. ഈ 6 യൂണിറ്റുകളിൽ ഓരോ യൂണിറ്റിനും എങ്ങനെ മാർക്ക് ഡിവിഷൻ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ വെയിറ്റേജ് നൽകിയിട്ടുണ്ട് എന്ന് നോക്കാം. യൂണിറ്റ്, 1ാമത്തെ യൂണിറ്റിൽ നിന്ന് 18 മാർക്കിനാണ് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുക. 1ാമത്തെ യൂണിറ്റിൽ നിന്ന് 4 ചാപ്റ്ററുകൾ അടങ്ങുന്നതാണ് ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്ന ഇംഗ്ലീഷിൽ. അതിൽ നിന്ന് 18 മാർക്കിന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. സെക്കൻഡ് യൂണിറ്റ്, 2ാമത്തെ യൂണിറ്റ് 3 ചാപ്റ്ററുകളേ ഉള്ളൂ. ആ 2ാമത്തെ യൂണിറ്റിൽ നിന്ന് 22 മാർക്കിന് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. 22 സ്കോറാണ് സെക്കൻഡ് യൂണിറ്റിന് നൽകിയിരിക്കുന്നത്. തേർഡ് യൂണിറ്റ്, 3ാമത്തെ യൂണിറ്റും 3 ചാപ്റ്റേഴ്സ് വരുന്നതാണ്. 21 ആണ് തേർഡ് യൂണിറ്റിന്റെ സ്കോർ നൽകിയിരിക്കുന്നത്. 21 മാർക്കിനാണ് 3ാമത്തെ യൂണിറ്റ് എന്ന് വരുന്നത്. 4ാമത്തെ യൂണിറ്റിന് 21 മാർക്കാണ് 4ാമത്തെ യൂണിറ്റ് എന്ന് വരുന്നത്. 5ാമത്തെ യൂണിറ്റിൽ നിന്ന് 12 മാർക്കും 6ാമത്തെ യൂണിറ്റിൽ നിന്ന് 10 മാർക്കുമാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1 മുതൽ 4 വരെയുള്ള യൂണിറ്റുകൾ വളരെ തെറോ ആയി പഠിച്ചു കഴിഞ്ഞാൽ, 1 മുതൽ 4 വരെയുള്ള യൂണിറ്റ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ 80 മാർക്കിലധികം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നമുക്ക് ടോട്ടൽ മാർക്ക് വരുന്നത് 80 ആണ്, 80-ലാണല്ലോ. ആ 80 മാർക്ക് നമുക്ക് 1 മുതൽ 4 വരെയുള്ള യൂണിറ്റിൽ നിന്ന് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. ബാക്കി വരുന്ന മാർക്ക് 20 മാർക്കോളം പിന്നീട്, അല്ലെങ്കിൽ 22 മാർക്കുകൾ പിന്നെ വരുന്നത് ലാസ്റ്റ് ഫൈനൽ 2 യൂണിറ്റുകളാണ്. 5ഉം 6ഉം. ഈ 2 യൂണിറ്റുകൾ മാറ്റി നിർത്തിയാൽ പോലും നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയും ഫുൾ സ്കോർ. അപ്പൊ ടോട്ടൽ നമുക്ക് വരുന്നത് 104 ആണ്. 104 മാർക്കിനാണ് ഈ വർഷം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നത്. 104 മാർക്കിന് 80 മാർക്കാണ് നമ്മുടെ
വാങ്ങിക്കേണ്ട മാർക്ക് 24 മാർക്ക് ചോയ്സ് ക്വസ്റ്റ്യൻസിനായിട്ട് തരുന്നതാണ്. 24 മാർക്ക് ചോയ്സ് ക്വസ്റ്റ്യൻ. ആ 24 ഞാൻ ഈ പറയുന്ന ലാസ്റ്റത്തെ 2 യൂണിറ്റ് അത് ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് നേടാൻ പറ്റും. അപ്പം 4 യൂണിറ്റ് മാത്രം തറവായിട്ട് പഠിച്ചാൽ തന്നെ ഫുൾ മാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് നൽകിയിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ടത് യൂണിറ്റ് 2, 3, 4 ആൻഡ് 1. അടുത്തതായി നമുക്ക് നോക്കാൻ പോകുന്നത് പബ്ലിക് എക്സാമിന് വരുന്ന ഡിസ്കോഴ്സുകൾ ഏതൊക്കെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഡിസ്കോഴ്സുകൾ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ സ്ഥിരമായി അല്ലെങ്കിൽ ശരിക്കും 100% ഉറപ്പായും വരും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാവുന്ന ഡിസ്കോഴ്സുകളാണ്. ആദ്യത്തെ വരുന്നത് പബ്ലിക് സ്പീച്ചാണ്, പ്രസംഗമാണ് പബ്ലിക് സ്പീച്ച്. സെക്കൻഡ്, പ്രൊഫൈൽ റൈറ്റിംഗ് ഉണ്ടായിരിക്കും. തേർഡ്, ഇമെയിൽ റൈറ്റിംഗ് ചെയ്യാൻ ചോദിക്കും. ഏറ്റവും ഷുവറാണ് ഇമെയിൽ റൈറ്റിംഗ് ഉണ്ടായിരിക്കും. ഫോർത്തായിട്ട് വരുന്നത് ലെറ്റർ ടു എഡിറ്റർ, എഡിറ്റർക്ക് കത്തെഴുതുക, ലെറ്റർ ടു എഡിറ്റർ. നെക്സ്റ്റ് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഓർ ഇന്റർവ്യൂ. നെക്സ്റ്റ് എസ്സേ ഓർ ആർട്ടിക്കിൾ, ഒരു എസ്സേയോ ആർട്ടിക്കിളോ എഴുതാൻ. അടുത്തത് വരുന്നത് പോയം അപ്രീസിയേഷൻ ആണ്, കവിതയുടെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. നെക്സ്റ്റ് ലൈവ് ടി വി റിപ്പോർട്ട്. അടുത്തത് ട്രാവൽ എസ്സേ, ട്രാവൽ എസ്സേയോ ട്രാവൽ ഇൻഫോയോ. ഇൻഫോർമൽ ലെറ്റർ എഴുതാൻ ചോദിക്കും. ഇൻട്രൊഡക്ടറി സ്പീച്ച്, ഒരു ടൂറിസ്റ്റ് ഗൈഡ് എന്ന നിലയിൽ നിങ്ങൾ ടൂറിസ്റ്റേഴ്സിന് നൽകുന്ന ഇൻട്രൊഡക്ടറി സ്പീച്ച്. കൂടാതെ എക്സ്പ്രഷൻ, അഡ്വൈസ്, സജഷൻ എന്നിവ എഴുതാവുന്ന എക്സ്പ്രഷൻസ് ഓർത്തു വെക്കണം. ഷുഡ്, യു മസ്റ്റ്, യു ഓട്ട് ടു, ഇഫ് ഐ വർ യു എന്നൊക്കെ പറയുന്ന എക്സ്പ്രഷൻസ്. ദെൻ എലാബറേറ്റ് ദ ഫോളോയിങ് ലൈൻസ്, എലാബറേറ്റ് ദ ഐഡിയാസ്. പോമിൻ്റെ ലൈൻസ് തന്നിട്ട് അതിനെ എലാബറേറ്റ് ചെയ്ത് ചോദിക്കും. ആൻഡ് ഡിബേറ്റ് റൈറ്റിംഗ്, ഫോർ ഓർ എഗെയിൻസ്റ്റ്, ഫേവറോ എഗെയിൻസ്റ്റോ ആയിട്ട് ഒരു ടോപ്പിക്കിൻ്റെ ഡിബേറ്റ് റൈറ്റിംഗ് ചോദിക്കും. ദെൻ ലെറ്റർ ടു എഡിറ്റർ നമ്മൾ പറഞ്ഞു. ക്യാരക്ടർ സ്കെച്ച്, സ്റ്റോറികളിൽ നിന്ന് ക്യാരക്ടർ സ്കെച്ച്. മേജർ ക്യാരക്ടേഴ്സ് നമുക്കറിയാം, മാഗി പ്രൈസ് ഓഫ് ഫ്ലവേഴ്സിൽ, അതുപോലെ ദ സറാങ് ഓഫ് റാണ ഗഞ്ചിൽ ഹസൻ, ഡോക്ടർ എ ജെ ക്രോണിൻ, ഇവരെയൊക്കെ ചോദിക്കാം. മൈനർ ക്യാരക്ടറായിട്ട് മിസ് ജോബ് സ്മിത്ത്, ജെയിൻ വൈൽഡ്, ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സിനെയൊക്കെ നമ്മളോട് ചോദിക്കാം. ഇത്രയാണ് നമുക്ക് വരുന്ന ഏറ്റവും ഉറപ്പായും വരും എന്ന് നമുക്ക് ഉറപ്പിക്കാവുന്ന മേജർ ഡിസ്കോഴ്സ്. ഡിയേഴ്സ്, കൂടുതൽ പുതിയ അപ്ഡേറ്റുകളും അതുപോലെ നമുക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള വർക്കും ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നതുവരെ ബൈ.